അജ്മലെ എങ്ങനെ എക്സൈറ്റഡ് ആണോ? ക്യാമറ ഡ്രോൺ ചാർജ് ചെയ്ത് വീട്ടിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മള് പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് ആളിനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ മെയിൻ മേശിരി. പാണിച്ചുണ്ട് കസേരയിട്ടേ ഇരിക്കുള്ളൂ, ഒരു പണി എടുക്കൂല. പോയി പണിയാടാ അങ്ങോട്ട്. എടാ നീ എന്തിനാണിത്? വല്ല നടക്കുക കുറെ നേരം കൊണ്ട് എവിടെ തൂക്കും? ഹരിയാണേന്റെ ആ ഒരു പെർഫെക്ഷൻ കണ്ട സവാളഗിരി. ഇവിടെ എല്ലാവർക്കും വിഷം തുടങ്ങി കേട്ടോ. അതുകൊണ്ട് നോക്കിയാണ് ആരും മിണ്ടാതെ ആരും കാണാതെ കുത്തി കയറ്റുന്നുണ്ട്. ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കേക്ക് കട്ടിങ് പരിപാടി തുടങ്ങും കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്താ ഈ വീഡിയോ ഒക്കെ ഉടനെ വരും കേട്ടോ. കറക്കി എറിയാണ്. പറഞ്ഞെങ്കിൽ നമുക്ക് ഒരു ഡാൻസ് ഒക്കെ ആയാലും. പിന്നെ അതിന് നീ വീശ ഇരിക്കണം എന്തിന്? വൈബ് വന്നാ എല്ലാരും ഡാൻസ് കളിച്ച് തിരിയാൻ മതി. അവിടെ വീഡിയോ ഷൂട്ട് നടക്കുന്ന സ്ഥിതിക്ക് നമ്മളും ഇവിടെ വീഡിയോ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറാമാൻ മുബാറക്കാണ്. പ്രൊഫഷണൽ അല്ല എങ്കിലും പ്രൊഫഷണലല്ല, വേറെ മതം ഫോട്ടോസ് ആണ് എങ്കിലും കണ്ട ആറ്റിറ്റ്യൂഡ് നോക്കിയാണ് കമ്പിയിൽ പിടിച്ച് അങ്ങോട്ട് പോയി ചിരിച്ചോണ്ടിരിക്കണം. കാമുകി ഇല്ലാത്തതിന്റെ വിഷമത്തിൽ പോക്കറ്റ് കയറ്റ് പയ്യൻ നടക്കുന്നുണ്ടോ? അവിടെ ഞെരിക്കുന്ന കേട്ടോ അളിയാ. എന്നെ പെണ്ണ് കിട്ടാൻ തോന്നുന്നുണ്ടോ? ഇല്ല, സിംഗിൾ ബാച്ചിലർ. പെണ്ണ് കിട്ടാത്തവർക്ക് എന്തും പറയാം, പെണ്ണ് കിട്ടാത്തവർക്ക് ഓൾ ഇന്ത്യ. താത്തച്ചീരെ രംഗോലി പരിപാടിനെ പറ്റി 2 വാക്ക്. അത് തന്നെ കല്യാണം അടിച്ചു പൊളിക്കണം. ഞാൻ വിചാരിച്ചതിപ്പോ പൊളി. അടുത്ത വെയിറ്റിംഗ് ലിസ്റ്റിലാണല്ലേ? റിവീൽ ചെയ്യില്ല. അളിയ അജ്മലിന്റെ രംഗോലിനെ പറ്റി 2 വാക്ക്. അളിയ എന്താടാ എന്ത് ക്യാമറ ഇതുണ്ടോ? ഒന്നുമില്ല, അതെ അജ്മലിന്റെ രംഗോലിക്ക് നിങ്ങളിട്ടൊരു എക്സ്പ്രഷൻ ഇല്ല, അതിൽ ഞാൻ മാമച്ചിയുടെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? സൂപ്പർ ആക്കണം കേട്ടോ, അടിച്ച് പൊളിക്കണം. ഇനി അടുത്ത് ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടിയാണ്. നമ്മളെല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. അളിയ നിന്റെ ഫോട്ടോ ഇപ്പോൾ ആരെടുക്കും? ഇതെങ്ങനെ നടക്കണം? പോക്കറ്റ് കൈയിട്ട് നടക്കണോ? കൈ വീശി നടക്കണോ? കൈ വീശി ഇങ്ങനെ അങ്ങോട്ട് നോക്കി നടന്നാൽ ജസ്റ്റ് ഇങ്ങനെ നടക്കുക. ഓക്കെ എല്ലാരും പോ. അടുത്ത നിങ്ങളെ വീടാണ് കേട്ടോ. പൊക്കോ. എന്താ കല്യാണ പയ്യനാണ് എല്ലാരെയും സെറ്റാക്കി നിർത്തണത് കേട്ടോ. എടാ റെഡിയല്ലേന്ന്
നിങ്ങളുടെ സംശയം നടന്നോ അല്ലെങ്കിൽ ഒരുമിച്ച് നടന്നോ. എങ്ങനെയുണ്ട് നടത്താൻ? ഇതെന്തിടെ എല്ലാരും ചന്തയ്ക്ക് പോണാണൊക്കെ. പൊള്ളയിൽ ഏറ്റവും കൂറ നടത്താൻ നിങ്ങളെ രണ്ടുപേരായിരുന്നു. ബാക്കിയുള്ള എല്ലാരും ഒരുവിധം പിടിച്ചു തന്നു. സൂപ്പർ ആയിരുന്നു കേട്ടോ. അടി ചുമ്മാ പറഞ്ഞു കേട്ടോ, സൂപ്പർ ആയിരുന്നു. ശവനേരം ഓക്കെ ആയിരുന്നു, പക്ഷെ നിന്റെ അത്. ഇവിടെ കവി എന്തോ വലിയ ഫ്രെയിമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാരും നിരത്തി പിടിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. ആറ്റിറ്റ്യൂഡാണ് കേട്ടോ അപ്പൊ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത്. സോഫി ടെൻഷൻ ഉണ്ടോ? ഷബു കിണറ്റി പോവല്ലേ, ഒഴിഞ്ഞാടാ. ഇത്രയും പേര് അഭിനയിച്ചല്ലേ, സോഫിയ മാത്രം നല്ലപോലെ അഭിനയിച്ചു. അത് സത്യമുണ്ട്. അങ്ങനെ നമ്മളിതാ അജ്മലിന്റെ റംഗോലി ആഘോഷിക്കാനായിട്ട് ഇവിടെ കിഴക്കൂട്ടല്ല തെറ്റിച്ച് സ്ഥലമാണ് ഇത് നമ്മുടെ മംഗലാപുരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഫോട്ടോഷൂട്ട് വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പോയി പൂമ്പാറ്റയൊക്കെ പറന്നു പോയെന്നാണ് അജ്മലിന്റെ താത്തയുടെ മകൻ ഒരു പാട്ട് പാടുന്നതായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കണ്ണും കണ്ണും നോക്കിയ സൂപ്പർമാന്റെ ജെട്ടിയ 54 ഊട്ടയ സോഫിയ. എവിടെ സോഫിയ? കല്യാണം തന്നെ പറയണ 1000 അയക്കണം, നല്ലത് പബ്ലിഷ് ചെയ്തു. 1000 നിങ്ങളൊന്ന് കെട്ടി കണ്ടിട്ട് വേണം എനിക്ക് കേട്ടായിരുന്നു. എന്നിട്ട് അവന്താ കെട്ടാൻ പോയി. ഈ വീഡിയോ കാണുന്ന നല്ല ഏതെങ്കിലും സുഖയും സുന്ദരികളുമായ പെൺപിള്ളേരുണ്ടെങ്കിൽ ആരോമിലേട്ടനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഉണ്ണിക്കുട്ട ചേട്ടന് ആലോചനകൾ. അളിയന്റെ രംഗോലിയെ പറ്റി 2 വാക്ക്. അളിയന്റെ രംഗോലിയെ പറ്റി എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അളിയന്റെ രംഗോലിയെ പറ്റിയുള്ള 2 വാക്ക് പറഞ്ഞു. 2 വാക്ക്. കുമരത്തിൽ കുന്തളിച്ച് തള്ളുന്നു, അതുകൊണ്ട് തന്നെ കാണാൻ അളിയൻ കൂന്തളിക്കുന്നുണ്ട്. അതെ, ഒരു കൊട്ടേഷൻ അടിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പിന്നെ കണ്ടോണ്ടിരിക്കുന്നു. ഒരേ ഒരു അനിയന്റെ രംഗോലിയെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ സങ്കടകരമായ സന്തോഷം. ഭയങ്കര ഹാപ്പിയാണ്. പേരും തരുന്നു, ഇതിന്റെ പേരും തരുന്നു. സോഫിയ പൊയ്ക്കോ, നീ പൊയ്ക്കോ, ഇനി ഇവിടെ വയ്ക്കണ്ട. സോഫിയ കിട്ടിയതിൽ അതെ. സോഫിയ പറഞ്ഞു പറയിക്കണല്ലോ അല്ലേ? സോഫിയായി പറഞ്ഞു വിടുന്നതിനെ പറ്റി 2 വാക്ക്. നമ്മൾ വളരെ സന്തുഷ്ടരാണ്. തിരിച്ചു തരരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. വളരെ സന്തുഷ്ടയാണ്. സന്തുഷ്ടമായ കുടുംബം. ഇവിടെ നിങ്ങൾ ഇവിടെ എന്തിനാണ് കാണിക്കണേ? കുറെ നേരം കൊണ്ട് ഒരു കല അങ്ങോട്ട് പിടിക്കണം, ഒരു കല ഇങ്ങോട്ട് പിടിക്കണം, ഒരു വാളം കൊണ്ട് അവൻ നടക്കണം. എനിക്ക് സൈഡ് തിരിച്ചു വയ്ക്കും. അഫ്സുന്റെ ഒരു അഭിപ്രായം നിങ്ങൾ എല്ലാവരും മുഖവിലേക്ക് എടുക്കണം. മുഖവില മലയാളം.
പറഞ്ഞാൽ കൊള്ളൂല. ഏ അവരാണ് ഇപ്പൊ തമ്മിൽ പറഞ്ഞുതരാം അത് കൊള്ളാം അടിപൊളിയെന്ന്. കണ്ട ഇവളാണ് ഇവിടുത്തെ കള്ളി കേട്ടാ. ഈ പ്ലേറ്റിലുള്ള എല്ലാം അകത്താക്കണതാ ഇവളാണ്. ഇപ്പൊ തന്നെ 1.5 കിലോ സ്വീറ്റ്സ് ആണ് ഇവള് അകത്താക്കിയത്. അതേപോലെ ഇവള് എന്തിന് കത്തിയും കൊണ്ടിരിക്കണത്. പെണ്ണ് എട്ടാറാകുമ്പോ പറയാം, അപ്പൊ രംഗോലിയൊക്കെ സെറ്റ് ചെയ്ത് തരാം. ഇപ്പൊ മാറി കത്തി കൊടുത്ത് കീഴടങ്ങി. എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാരും വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോയി ഇത്രയും പേര് നിന്നേലാണ്ട് വിയർത്ത് കുളിച്ച ഒരേ ഒരു പയ്യൻ മാത്രമാണ് പണിയെടുത്തത് കേട്ടോ. ബാക്കിയുള്ള എല്ലാരും ടിപ് ടോപ്പ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും സ്റ്റേജിൽ കയറിക്കോ. ഇവിടെ വലതുകാലം വെച്ച് കയറാ അജ്മലേ. ഇങ്ങനെ നമ്മുടെ വേദിയിലേക്ക് അതാ വരനും വധുവും കടന്ന് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പാട്ടിട്ട കോപ്പിറൈറ്റ് ആവുള്ളൂ. ഞാൻ പറഞ്ഞു എന്തരളി. ഇങ്ങനെ നമ്മള് കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് തുടങ്ങാൻ പോവുകയാണ് കേട്ടാ. എല്ലാരും എത്തിയിട്ടുണ്ട്. ഇതുണ്ട എല്ലാരും യൂണിഫോം നിങ്ങൾ ശ്രദ്ധിച്ചാണ് കേട്ടാ. നമ്മളെ യൂണിഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ ഫുൾ ബ്ലാക്ക് ആണ് കേട്ടാ. കണ്ട ഫുൾ എല്ലാരും ബ്ലാക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. എന്തോടി ഷബു വിശന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് തോന്നും. നൗഫലാക്ക് എത്തിയിരിക്കുകയാണ്. നിർബന്ധിക്കണമെങ്കിൽ നൗഫലാക്ക് എത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോ ഒരു ഫോട്ടോ പിടിച്ചിട്ട് വരാം അല്ലേ. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ പിടിച്ചാലാ? നീ പറഞ്ഞില്ലേ? അങ്ങനെ ക്യാമറ സാഗറിന്റെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അധികം പറ്റാടാ ഇപ്പൊ. പിന്നെന്ത് അടിപൊളി പരിപാടി. അങ്ങനെ അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ചിരിച്ചു കൊടുക്കടാ കേക്ക്. ഫ്രെയിമിൽ കിട്ടൂല. നൗഫലാക്കാൻ കൊടുത്തില്ല കേക്ക്. നൗഫലാക്കാൻ എന്താടാ കൊതിക്കുവാണോ നീ? മണവാളെ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്ന തിരക്കില്ല. എടാ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ. കൊല്ലട്ടാ. എടാ നിങ്ങളുടെ കോച്ച് കണ്ട ഷുഗർ കട്ടാണ് കേട്ടാ. ഒരു 1.5 കിലോ കേക്കാണ് ഇപ്പൊ കയറ്റിയിരിക്കുന്നത്. 5 ലഡു. പരിപാടി ഒന്ന് കഴിയാൻ വേണ്ടി കാത്തെന്നാണ് കണ്ട. പ്ലേറ്റോട് കൂടി തൂക്കിയവൻ. ആകെ നിങ്ങള് ഷുഗർ കട്ടല്ലേ ആക അല്ലേ? അത് ഇന്ന് ചീറ്റ് ഡേ ആണ്. ചീറ്റ് ഡേ. എനിക്ക് കണ്ടാ അഫ്സുവിന് മാത്രമേ സ്നേഹമുള്ളു. എനിക്കല്ലേ ഒന്നുമില്ലേ. കൊള്ളാടി വേണം. അല്ലെങ്കിൽ ഇനി തയ്യലല്ലേ. അതിന് എല്ലാവർക്കും മുസമ്പി വിതരണം ചെയ്യണേ. ഇതേടാ എങ്ങനെയുണ്ട് മുസമ്പി? നിന്റെ ആദ്യത്തെ എക്സ്പ്രഷൻ അല്ലായിരുന്നു. ഇതാണ് സോഫിയയുടെ സ്വന്തം അനിയത്തിമാരേട്ടാ. അങ്ങോട്ട് മറന്നുപോയി. അവടെ സ്വന്തം വരുന്നതല്ലേ. പിന്നെ ഓ ഓക്കെ.
ബുദ്ധിമുട്ടായി ഇത് കറക്റ്റ് ബംഗാളി വാവ് ബ്യൂട്ടിഫുൾ. വീട്ടിൽ നിന്നാണല്ലേ കൃഷ്ണൻ. ഒരു വെറുതെ ഒരു പാട്ടും ഡാൻസ് അപ്പൊ നമ്മുടെ രംഗോലി വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്